ികായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. കർത്താവിൽ ശരണം വച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി എന്നിട്ടെങ്ങും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും കിട്ടാതെ വരുമ്പോൾ നാം സ്വാഭാവികമായി മാനസികമായി തളർന്നു പോകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നീ ജോലി ചെയ്യുമ്പോൾ അത് കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ദൈവത്തിന് നമ്മുടെ ജോലി മേഖല ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ ജോലി ചെയ്യുക. അങ്ങനെ നീ ചെയ്താൽ ദരിദ്രനായവനെ പോലും ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് സമ്പന്നനാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദാരിദ്ര്യത്തിൽ നാം കടക്കുമ്പോൾ, നമുക്കൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ, നമ്മുടെ ജോലി മേഖലയിൽ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ, സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവനെ എത്ര ദരിദ്രനായാലും അവനെ ഉയർത്തുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്ന് പ്രഭാഷകനിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദരിദ്രൻ ആയതുകൊണ്ട് അമിതമായി ദുഃഖിക്കുകയോ സമ്പന്നനായതുകൊണ്ട് അമിതമായി അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം ദരിദ്രനെ ഉയർത്താൻ ദൈവത്തിന് ഒരു നിമിഷം മതി. സമ്പന്നനെ താഴ്ത്തിക്കളയുവാനും ദൈവത്തിന് ഒരു നിമിഷം മതി. അതാണ് 1 സാമുവേൽ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, രണ്ടും ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞ് അമിതമായി ദുഃഖിക്കുന്നതിന് പകരം കർത്താവിൽ ശരണം വെച്ച് നാം നമ്മുടെ ജോലി ചെയ്യുക. ദൈവം നൽകിയ ദാനത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാതെ അഹങ്കരിച്ച് ജീവിച്ചാൽ അവനെ താഴ്ത്തിക്കളയുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്ന് ഈ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം പണ്ട് കാലം തൊട്ടേ കേട്ടിട്ടില്ലേ ജ്ഞാനപ്പാന, പൂന്താനത്തിൻ്റെ കവിതകൾ? അതിലെന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഒരുവനെ ഉയർത്താനും താഴ്ത്താനും ദൈവത്തിന് സാധിക്കും. താഴ്ന്നവനെ നിമിഷ നേരം കൊണ്ട് ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. ഉയർന്നവൻ അഹങ്കരിച്ചാൽ നിമിഷ നേരം കൊണ്ട് താഴ്ത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ദരിദ്രനായതുകൊണ്ട് അമിതമായി ദുഃഖിക്കാതെ നിന്റെ ജോലി കർത്താവിൽ ശരണം വെച്ച് ചെയ്യുക. അവന് നിന്നെ ഉയർത്തുവാൻ സാധിക്കും. ഉയർന്നവൻ അമിതമായി അഹങ്കരിക്കരുത്, അവനെ താഴ്ത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.